പലപ്പോഴും നമ്മൾ വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും, വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാകും, ബ്ലോക്ക് ഉണ്ടാകും എന്നുള്ളതൊക്കെയായിരുന്നു. അതേപോലെ തന്നെ പലപ്പോഴും സയൻസിൽ എല്ലാ കാര്യങ്ങളും പ്രൂവ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇപ്പം മാറിയിട്ടുണ്ട്. പല മരുന്നുകളും നമ്മളിപ്പം ഒത്തിരി കാലങ്ങൾ മരുന്നുകളും നല്ലതാണ് എന്ന് പറഞ്ഞേച്ച് വന്ന പല കോമ്പിനേഷൻ മരുന്നുകളും ഇപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും കാലം കഴിച്ച ആളുകളിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വാക്സിനേഷൻ എന്തോരം വാക്സിനേഷന് സൈഡ് എഫക്ട്സും റിയാക്ഷൻസും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുക. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്ത വാക്സിനേഷനിൽ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് വന്നേക്കുന്ന ഒത്തിരിയേറെ കോംപ്ലിക്കേഷനിൽ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ലല്ലോ എടുക്കാൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് അതിനെ വിശ്വസിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അതിൻ്റെ കോംപ്ലിക്കേഷൻ നമുക്ക് വരുമ്പോൾ അതും നമ്മളൊന്ന് ഉൾക്കൊള്ളണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ പുതിയ രീതികൾ വീഡിയോയിൽ പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റു ഡോക്ടേഴ്സ് പറയുന്നത് അങ്ങനൊന്നുമല്ല. കാരണം യൂറിക് ആസിഡിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ വെറുതെ പ്രോട്ടീൻ മാറ്റി വെച്ച് ഇറച്ചി മാറ്റി മീനും മാറ്റി പയറുപരിപ്പ് രോഗങ്ങളും മാറ്റി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കുറയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ പല ഡോക്ടേഴ്സും പറയാറുണ്ട് ഞങ്ങളുടെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയൊന്നുമില്ല. ശരിയാ, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. കാരണം പ്രോട്ടീന് കഴിച്ചാൽ യൂറിക് ആസിഡ് ഉണ്ടാവും, ഉറപ്പാണ്, സംശയമില്ല. പക്ഷേ ഫാറ്റ് ലിവർ ഉള്ളവർക്കാണ് അത് ഉണ്ടാകുന്നത്, അല്ലാതെ പ്രോട്ടീൻ കഴിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകത്തില്ല. അപ്പോൾ ഫാറ്റ് ലിവറാണ് ക്ലിയർ ആക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ പല പല കാര്യങ്ങളാണ് നമ്മളിപ്പം മാറ്റേണ്ടത്. ഇപ്പം സോറിയാസിസ് കണ്ടീഷൻ, സ്കിൻ കണ്ടീഷൻ ഒരിക്കലും സ്കിൻ കണ്ടീഷൻ അല്ല. അതാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. താരൻ്റെ പ്രശ്നം വരുന്നതും സ്കിൻ്റെ കാര്യങ്ങൾ ഒന്നാ തൈറോയ്ഡ് അല്ലെങ്കിൽ കുടൽ അല്ലെങ്കിൽ ലിവർ, ഈ 3 അവയവങ്ങൾക്ക് പ്രശ്നം വരുമ്പോഴാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് പുതിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അത് അടച്ചാക്ഷേപിക്കുക എന്നുള്ളതല്ല. പുതിയ റിസർച്ചുകളിൽ എന്ത് പറയുന്നു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മെച്ചമുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മൾ വിശ്വസിച്ചാൽ മതി, പ്രൊസീഡ് ചെയ്താൽ മതി. അല്ലാതെ ആരോ എവിടെയോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സയൻസ് ആണ്, എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അതെല്ലാം മാറ്റി, ടോട്ടലി മാറ്റി, അതൊന്നും അല്ല എന്നുള്ള രീതിയിലേക്കായി. അതുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് വന്ന് പഴയ മെഡിക്കൽ ടെക്സ്റ്റ് സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് ഒത്തിരി ചേഞ്ചസ് വരാൻ തുടങ്ങിയത്. അതാണ് ഞാൻ എൻ്റെ വീഡിയോകളിൽ പറയാൻ തുടങ്ങുന്നത്. അത് ട്രൈ ചെയ്ത് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്താൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല.